സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ റൈഡ് ഡേ. ഇപ്പോൾ ഞങ്ങളുടെ പഴവങ്ങാടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാനും സജിനും ഉണ്ട്. ഇന്നത്തെ ട്രിപ്പിന് നമ്മളിവിടെ ശ്രീഹരി ഇല്ല, അവന് ലീവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ അടുത്ത ട്രിപ്പിന് വരാമെന്ന് ചെറുക്കൻ പറഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ 5:30. പുതിയ ടയർ ഇട്ടാ? എത്രയായത്? 4 റൈസ് അല്ലേ? ട്രയംഫിൻ്റെ പുതിയ ടയറാണ് കേട്ടോ, റൈസ് ബ്രാൻഡിൻ്റെ ടയറാണ്. സമയം ഇപ്പോൾ 5:30. ഞാനിവിടെ ഒരു 5:10 എത്തിയതാണ്. ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുത് തേങ്ങയൊക്കെ ഉടച്ച് വേറെ പിങ്ങളും കാര്യങ്ങളൊന്നും വരാതെ നോക്കണ്ടേ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പോൾ നിങ്ങളിന്ന് തമ്പനയിൽ കണ്ട പോലെ ഞങ്ങളിന്ന് പോകുന്നത് മേഘമലയിലോട്ട് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 260 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് മേഘമലയിലോട്ട്. നമ്മുടെ കമ്പം തേനി ആ റൂട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ അന്ന് കൊടൈക്കനാൽ പോയില്ലേ, അത് ആ സെയിം റൂട്ട്. അവിടുന്ന് നമ്മൾ തേനി എത്തുമ്പോൾ നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്, രാജപാളയം അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് ഡീവിയേഷൻ എടുത്ത് റൈറ്റ് തിരിഞ്ഞ് നേരെ മേഘമല പോകും. അപ്പോൾ ഇവിടുന്ന് ഒരു 6-7 മണിക്കൂറുണ്ട് നമുക്ക് അങ്ങ് വരെ എത്താനായിട്ട്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. പയ്യെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. പോവാം പിന്നെ. അപ്പോൾ സമയം ഇപ്പോൾ 5:45 കേട്ടോ, കൃത്യം 5:45. നമ്മൾ സ്ഥിരം നമ്മുടെ MC റോഡ് വഴിയാണ് പോകുന്നത്, വേറെ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. ഈശ്വര, അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതിവ് പോലെ ആര്യാസിൽ കയറണോ അതോ അതിനു മുമ്പ് എവിടെയെങ്കിലും നല്ലൊരു കട കണ്ടാൽ അവിടെ വല്ലതും കയറി നമുക്ക് ഫുഡ് കഴിക്കാം. എന്തായാലും ശ്രീഹരി ഇല്ലാത്തത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഊട്ടി ട്രിപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് മേഘമല. ഊട്ടി പോയിട്ട് വന്നിട്ട് എവിടെ പോകും എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ റീൽസിലും വീഡിയോസിലും ഒക്കെ മേഘമല എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരുന്നത്. എങ്കിൽ പിന്നെ മേഘമല പോയി മൂന്നാറൊക്കെ കണ്ടുവരാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ശ്രീഹരിക്ക് ലീവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, അടുത്ത ട്രിപ്പിന് എന്തായാലും നമുക്ക് ശ്രീഹരിയുടെ ആ ഒരു എന്താ പറയുക പോരായ്മ നമുക്ക് നികത്താം അടുത്ത ട്രിപ്പിന്. അപ്പോൾ ഊട്ടി സീരീസിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പ്രത്യേക ഒരു യാത്ര തന്നെ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ മേഘമല എത്തുക, മേഘമലയൊക്കെ ഒന്ന് കാണുക, എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മൂന്നാർ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് മൂന്നാർ തന്നെയാണ്. അപ്പോൾ മൂന്നാർ അത്യാവശ്യം ഒരു കിടിലം ഹോട്ടൽ കിട്ടിയപ്പോൾ അവിടെ അങ്ങ് ബുക്ക് ചെയ്തേക്ക് വരുന്ന കേട്ടോ. നമുക്ക് ഏകദേശം 6-7 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടുന്ന് മേഘമലയിലോട്ട് തന്നെ. മേഘമലയിൽ നിന്ന് നമുക്ക് ഒരു 1.5 മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ ഹോട്ടലിലോട്ട് കേട്ടോ. അതുകൊണ്ട് അതൊരു ടെൻഷനില്ല. അപ്പോൾ മേഘമലയിൽ ഞാൻ നോക്കിയെടുത്തോളം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡാണ്. ആകെ ഒരു ഗവൺമെൻറ് കോട്ടേജൊക്കെ ഉള്ളൂ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തന്നെ ആണെങ്കിൽ തന്നെ. ഒന്നെങ്കിൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ അവിടെ ചെന്ന് റൂം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ആ റിസ്കിന് അവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ അവിടെ എല്ലാം കണ്ടിട്ട് അപ്പം തന്നെ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. നമുക്ക് പിന്നെ മൂന്നാർ ചെന്നിട്ട് മൂന്നാറും കൂടെ ഒന്ന് കണ്ട് മൂന്നാറിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് ചില്ലാക്കി മൈൻഡൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് വീട്ടിലോട്ട് പോകാനുള്ള മൈൻഡിലാണ് കേട്ടോ. അപ്പോൾ ഊട്ടി പോയിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട്. അങ്ങനെ ഒരിടത്തോട്ടും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്ന് നമ്മളിന്ന് ഇറങ്ങിയത്. സോ നമ്മൾ പട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നിട്ടൊരു ചായക്കട നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അവിടെ ചെറുക്കനും പുതിയൊരു ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട്, ആക്ഷൻ 4. വ്ളോഗ് വരുമോ? ആഹാ, ഗുണ്ടൊക്കെ ഉണ്ടല്ലോ. ചായ. അങ്ങനെ ഗുണ്ടും ബൂസ്റ്റും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കാനുള്ള പരിപാടി. மூஞ்சியில் மூஞ்சி 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 மூஞ்சியில் ഞാൻ ഗിയർ മാറ്റാൻ നോക്കിയിട്ടേ ഇതിപ്പോൾ 50 കിടക്കുകയാണ്. 60 ഇടാൻ നോക്കിയിട്ടേ ഗിയർ കിട്ടണല്ലോ. നോക്കിയപ്പോൾ തൂങ്ങി കിടക്കുന്നു.
ഗിയർ മാറ്റാൻ പറ്റുമോ നോക്കിയാണ് ഞാൻ ക്ലച്ച് പിടിക്കാം. ന്യൂട്രലാവില്ല, അത് 5th കിടക്കണേ. ഇപ്പോൾ 4th അനക്കി നോക്കിയാലോ. ആ 3rd സെക്കൻഡ് മതി. സെക്കൻഡ് കിടക്കട്ട് ഗൈസ്. നമുക്ക് തുടക്കത്തിൽ ഒരു ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. വണ്ടിയുടെ ക്ലച്ച് ലിവറിൻ്റെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, അത് ഊരിപ്പോയി കേട്ടോ. ഇപ്പോൾ ഇതാണ് അവസ്ഥ. വണ്ടി 5th ഇപ്പോൾ ഞങ്ങൾ 2nd ഇട്ടിട്ടുണ്ട്. പോയി നോക്കിയാലോ ആ കമ്പി അവിടെ കണ്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് വെഞ്ഞാറമ്മൂടിൽ നിന്ന് നമ്മൾ ഈ MC റോഡിലോട്ട് കയറത്തില്ലേ, അവിടെ വെച്ചാണ് ഇത് ഊരിപ്പോയെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ് പണിയൊന്നും കിട്ടാത്തതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമായിരുന്നു. നമുക്കിപ്പോൾ 2nd തന്നെ അങ്ങ് പോവാം. ഗിയറിടാൻ ഗിയറില്ല. ഞാനിങ്ങനെ അപ്പ് ചെയ്ത് 5th വരെ വന്നു. അത് കഴിഞ്ഞ് 60 ഇടാനായിട്ട് ഗിയർ ലിവർ നോക്കിയിട്ട് കാണുന്നില്ല. നോക്കിയപ്പം അവിടെ തൂങ്ങി കിടക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം മൂഞ്ചും. 2 hours later. സോ അങ്ങനെ ഞങ്ങൾ ആ വഴി മുഴുവൻ നോക്കി കേട്ടോ. നമ്മുടെ ഗിയർ ലിവറും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു റോഡുണ്ട്, അതാണ് ഊരിപ്പോയേക്കുന്നത്. എന്തൊക്കെ അവസ്ഥയാണല്ലേ. ഞങ്ങൾ വഴി മുഴുവൻ നോക്കി, എല്ലാ സൈഡും ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരിടത്തും ഇല്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിയറസ്റ്റ് സർവീസ് സെൻറ്റർ നോക്കിയപ്പം ഇവിടെ കഴക്കൂട്ടത്താണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ. അവിടെ ഷോറൂം തുറക്കുമ്പോൾ എന്തായാലും 9 മണിയാവും. ഞാനിപ്പോൾ 2nd ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴക്കൂട്ടത്തോട്ട്. എന്തായാലും നമ്മളിന്ന് പോവും, അത് വേറെ കാര്യം. എന്തായാലും നമ്മൾ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടില്ല. ഞങ്ങൾ ഏകദേശം വണ്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 4-5 പ്രാവശ്യം നടന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ എന്തായാലും ഓണായത് നന്നായിരുന്നു. ആ സമയത്ത് വീഡിയോ നോക്കിയപ്പം അവിടെയുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെയും കുറച്ച് മുമ്പോട്ടൊരു ഒരു ട്രക്ക് കിടപ്പുണ്ട്. അപ്പോൾ ആ ട്രക്കിൻ്റെയും ആ ഒരു ഇടയിലാണ് ഈ സംഭവം പോയേക്കുന്നത്. റോഡിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഊരി തെറിച്ചിട്ട് സൈഡിലോട്ട് എന്തോ പോയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഫുൾ കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടു കിട്ടാൻ തന്നെ. അപ്പോൾ അവിടെ കൂടുതൽ സമയം കളയാതെ കാണുന്നതിൻ്റെ വലിയ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് എങ്കിൽ പിന്നെ വണ്ടി എടുത്ത് നേരെ സർവീസ് സെൻ്ററിൽ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ RSA ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ RSA എക്സ്പയർ ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ അവർ പറഞ്ഞത് 2800 രൂപയാണ് കേട്ടോ. ഈ ഒരു ടോയിങ്ങിന് മാത്രം 2800 രൂപയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും വണ്ടി ഓടുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് വണ്ടി ഓടിച്ച് തന്നെ അങ്ങ് എത്തിക്കാമെന്ന് വിചാരിച്ചു. പെട്രോൾ ഇച്ചിരി കത്തിയാലും കുഴപ്പമില്ല. 2800 രൂപ കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, പണികളെല്ലാം. അതുകൊണ്ട് വിഷമമൊന്നുമില്ല. എന്തായാലും ഒരു സങ്കടം. ഇനിയിപ്പോൾ ഇങ്ങനെ തുഴഞ്ഞു ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു സമയമാവും. എന്തായാലും ഇനിയിപ്പോൾ ഷോറൂം എത്തിയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ. 1 eternity later. എപ്പോൾ തുറക്കും ചേട്ടാ? വന്നിട്ട് സർവീസ് ഇല്ലേ ഈ വണ്ടി? സോ നമ്മളിതാ വീണ്ടും റോഡിലായി കേട്ടോ. നമ്മുടെ SA മോട്ടോഴ്സിൽ RTRൻ്റെ സർവീസ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഉള്ള സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തറയുള്ള SV മോട്ടോഴ്സാണ്. അത് കഴക്കൂട്ടത്ത് നിന്ന് അങ്ങോട്ട് 17 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ ഇതായി മന്ദം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ലുലു മോൾ കഴിഞ്ഞേ ഉള്ളൂ. ഇനിയുണ്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടെ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. വണ്ടി ഫാനൊക്കെ ഓണായി. 2nd ഗിയറിൽ കുറേ നേരം ഇങ്ങനെ തന്നെ പോകുന്നു. എനിക്ക് ആകെയുള്ളൊരു ടെൻഷൻ അവിടെ ഇനി സ്പെയർ കാണുമോ അതോ വണ്ടി അവിടെ വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. SV മോട്ടോഴ്സിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് പോയി ജിക്സർ എടുത്തുകൊണ്ട് വന്നിട്ട് ജിക്സറിൽ പോകാനുള്ള പരിപാടിയാണിപ്പം. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അവിടെ ചെന്നിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടുമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ RTR തന്നെ പോവാം. നേരെ മറിച്ച് അവിടെ വെക്കേണ്ട അവസ്ഥ വന്നാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നേരെ വീട്ടിൽ പോവുക, ജിക്സർ എടുക്കുക, പോവാം. എന്തായാലും ഇന്ന് പോയേ പറ്റൂ. അതെന്തായാലും പോകണം. കാരണം റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് അത് റീഫണ്ട് ഇല്ലാത്ത ബുക്കിംഗ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഇവരെന്തിനും ഇങ്ങനെ പോകുന്നതെന്ന്. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയൂ. ഇതിൻ്റെ മെയിൻ RTRൻ്റെയും R310 ഒക്കെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനധികം സർവീസ് സെൻ്റർ ഇല്ല കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ 2 മാത്രമേ ഇതിൻ്റെ സർവീസ് ഉള്ളൂ. പക്ഷേ ഓൺലൈനിൽ നോക്കിയപ്പം സെയിൽസ് മാത്രമുണ്ട് SA എന്ന് പറഞ്ഞ കഴക്കൂട്ടത്തുള്ള TVS ഷോറൂമിൽ. RSAക്കാർ വിളിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞത്. അടുത്ത് SA മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു സർവീസ് സെൻ്റർ ഉണ്ട് സാർ, അങ്ങോട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പം ഒരു ഓതറൈസ്ഡ് അല്ല സർവീസിൽ ഇതിൻ്റെ RTRൻ്റെ. ബാക്കി ചെറിയ വണ്ടികളിൽ മാത്രമേ ഉള്ളൂ സർവീസ്. A few moments later.
നമ്മളങ്ങനെ SUV എത്തിയിരിക്കുകയാണ്. ചേട്ടാ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ടാണേ, വണ്ടിയുടെ ഗിയർ പോയി, അപ്പോൾ ഒന്ന് കാണിക്കാനായിട്ടായിരുന്നു. ആ ബ്രോ, ഇതിൻ്റെ മറ്റേ ആ കണക്ട് ചെയ്യുന്ന റോഡില്ലേ, അത് ഊരി തെറിച്ചു പോയി പോകുന്ന വഴിക്ക്. അപ്പോൾ ഇപ്പോൾ സെക്കൻഡിൽ തന്നെ ഇങ്ങ് വന്നു. വെയിറ്റ് ഇവിടുത്തെ ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ. A few moments later. സോ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ പോസ്റ്റ് ആയിട്ടോ. വണ്ടിയുടെ സാധനം മാറിയിട്ടുണ്ട്. ഗിയർ ലിവർ മാറി, പുതിയ ഗിയർ ലിവറും അടുക്കുള്ള അതും മാറിയിട്ടുണ്ട് കേട്ടോ. 1650 രൂപയായി മാറിയത്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഒരു സ്പെയർ മാത്രം ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും കാര്യമായി. ഇതിപ്പോൾ പുതിയ ലിവറും ബ്ലാക്ക് സാധനമാണ് കേട്ടോ ഊരി തെറിച്ച് പോയത്. എന്തായാലും ഇവിടുന്ന് ഒരു സ്പാനറും കൂടെ തന്നിട്ടുണ്ട്. അഥവാ ഇനി അത് ലൂസാവുമെങ്കിൽ നമുക്കത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട്. സമയം 9:45 9:50 ഏകദേശം. സജിൻ ഇവിടെ വണ്ടിയുടെ എൻക്വയറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവനെ കാണാനില്ല, അവനെ ഒന്ന് വിളിച്ചു നോക്കാം. കാണുന്ന ബ്ലാക്ക് കാണുന്നുണ്ടോ? ഈ ബ്ലാക്ക് ആ ഒരു സ്ക്രൂ ആണ് ഊരി തെറിച്ചത്. വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ്, ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. TVSൻ്റെ സർവീസ് സെൻറ്ററിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും SV തന്നെയാണ് കേട്ടോ സൂപ്പർ. കാരണം ഇവിടുത്തെ ഹരീഷ് എന്ന് പറഞ്ഞ ഒരു ടെക്നീഷ്യൻ ഉണ്ട്, പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എപ്പോൾ വന്നാലും ഭയങ്കര കാര്യമാണ്. ആ ഒരു മര്യാദയുണ്ട് ആ പുള്ളിക്കാരന്. സജിനാണെങ്കിൽ RR3 കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ച് അകത്ത് പോയി ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യണം കേട്ടോ. ഇപ്പോൾ വരും. ഇപ്പോൾ നമ്മുടെ പരിപാടി നേരെ മൂന്നാർ പോകാനാണ്. മേഘമല നമുക്ക് നാളെ രാവിലെ എണീറ്റ് മൂന്നാറിൽ നിന്ന് പോകാം. മാറി പുതിയത് വെച്ച് ഇപ്പോൾ ரொம்ப പ്രമോദം. അശകൻ ആഹാ, ഇപ്പോൾ എന്ത് സമാധാനം. വണ്ടിയാകുമ്പോൾ പണി വരും. അതിലിപ്പോൾ ആരെയും നമുക്ക് കുറ്റം പറയാനോ ചീത്ത വിളിക്കാനോ ഇല്ല. ഇതൊക്കെ നെട്ടിലും ബോട്ടിലും ഓടുന്ന സാധനങ്ങളാണ്. അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയാണേലും വരാനുള്ളത് വരും. ഒരു സ്ക്രൂ ടൈറ്റ് ആയില്ലെങ്കിൽ തന്നെ വണ്ടി വഴിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്, ഏത് വണ്ടി ആയാലും. ആ ഒരു അവസ്ഥ വന്നിട്ടുള്ളവർക്കറിയാം. നമ്മൾ കൂടുതലൊന്നും പറയാനോ ചെയ്യാനോ ആരോടും ഒന്നും ചെയ്യാനോ ഒന്നുമില്ല. അടുത്തുള്ള സർവീസ് സെൻ്ററിൽ എത്രയും പെട്ടെന്ന് വണ്ടി എത്തിക്കുക. അവിടെ സ്പെയർ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാറി കിട്ടുമില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ന് എന്തായാലും അടപടലം 3G ആയെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ദൈവഭാഗ്യത്തിന് എല്ലാം റെഡിയായി കിട്ടി. അങ്ങനെ ഒരു ആര്യാസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം ആയ സ്ഥലത്ത് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ആ സാധനം കിടപ്പുണ്ട്. 2 സൈഡിലായിട്ട് ഇതെങ്ങനെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. ഹെവി വണ്ടിയൊന്നും ഇതുവഴി വിടത്തില്ലെന്ന് തോന്നുന്നു. കാറും ബൈക്കും അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. A few moments later. കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞിട്ട് പുത്തൂർമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുളക്കട. ചേച്ചി സോഡ നാരങ്ങ ഉണ്ടോ? ഒരു സോഡ. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ സജിന് ഒരു 1500 രൂപയുടെ പെറ്റി വന്നിട്ടുണ്ട്. ഓവർ സ്പീഡാണ്. അവരെവിടെയോ നിന്ന് ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ ഫോണിലും വന്ന് ഓവർ സ്പീഡാണ്. 60 കിലോമീറ്റർ സ്പീഡിന് പകരം 99 സ്പീഡ്. ഹാപ്പി അല്ലേ? ഇപ്പം അപ്പം നമ്മൾ സാധാരണ വെളുപ്പാങ്കാലത്തൊക്കെ ഇറങ്ങുമ്പം ഈ റൂട്ടൊക്കെ പെട്ടെന്ന് കവറായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ ഓടിച്ചൊരു ഫീലാണ് എനിക്കിപ്പം നമ്മുടെ വെഞ്ഞാറമ്മൂട് നിന്ന് ഇവിടെ കൊട്ടാരക്കര കഴിഞ്ഞവരെ എനിക്ക് കിട്ടിയത്. അത് അത്രയ്ക്ക് ബ്ലോക്കും തിരക്കും ബസ്സും ലോറിയും എല്ലാം കൂടെ ആയതുകൊണ്ട് രാവിലെ ആണെങ്കിൽ ആരും ഇല്ല. ഈ റോഡൊക്കെ ഫ്രീ ആയിട്ട് കിടക്കും, നല്ല സുഖമായിട്ട് പോവാം. ചിലവന്മാരൊക്കെ റോഡൊക്കെ അവൻ്റെ ഡാഡിയുടെ വകയെന്നുള്ള വകയിലാണ് എല്ലാം കയറി വരുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഇതുവഴി വരുന്നത് മറ്റേ വരാട്ടുമേട് പോകാനായിട്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ റോഡൊക്കെ അത്യാവശ്യം കിടന്ന റോഡുകളാണ് കേട്ടോ. ബസ് ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു കേട്ടോ. അതും വളവിൽ തന്നെ ബ്രേക്ക് ഡൗൺ ആയി. സോ ഗൈസ്, നമ്മുടെ സജിന് ഈ ആനിമൽസിൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതാരൊക്കെ നിരന്നിരിക്കുന്നേ? ആഹാ, ഇപ്പോൾ മുകളിലൊരു വലിയ ആൾ ഇരിപ്പുണ്ട് കേട്ടോ. ഹലോ.
ഫുൾ അലപ്പ്, ഒരുമാതിരി നഴ്സറി സ്കൂളിൽ കയറിയ പോലെയായി. ചൊള്ള്. ഇത് എത്ര മാസം പ്രായമുണ്ട് ബ്രോ? അത്രേ ഉള്ളല്ലോ. 1.30? 1,30,000 രൂപയുടെ സാധനമാണ് കേട്ടോ ഇത്. തൊട്ട് നോക്കിയത്. ഓ കൊള്ളാം. കഴുത്തിട്ടുണ്ട് പോവാം നമുക്ക്. ആണല്ലേ? എവിടെ കയറി പോവാ? അവിടെ കിടക്കണോ? നമ്മുടെ ആളിതാ ഇവിടെ ഉണ്ട്. ഹലോ പൂച്ച സാർ. ഇതൊരു വെള്ള സാധനം കിടക്കുന്നുണ്ടോ? ഇതിനകത്ത് എല്ലാം പാമ്പുകളാണ്. ഇഷ്ടംപോലെ അക്വേറിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈഗർ ഫിഷാണ് കേട്ടോ ഈ പച്ച കളർ കാണുന്നത്. ഇത് ഓറഞ്ചും ടൈഗർ ഫിഷ് തന്നെ, അതിൻ്റെ വേറെ ഏതോ ഒരു ഇനമാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ റെഡ് കോപ്പ് ഫിഷാണ്. തലയിൽ ഓറഞ്ച് കളറിൽ ബൾബ് കത്തി കിടക്കുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നെ, എനിക്ക് വേണ്ട. വരാല് പോലെ ഇരിക്കുന്നു. ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കൂ. ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കൂല്ലേ? പക്ഷെ നമ്മുടെ അങ്ങോട്ട് എങ്ങനെ വരും ബ്രോ? ഇതുപോലെ ഒന്ന് ടാങ്ക് സെറ്റ് ചെയ്യണമെങ്കിൽ എത്രയാവും? ഇതിപ്പോ റഫായിട്ട് ചെയ്തേക്കുന്ന കേട്ടോ. നല്ല രീതിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കൂടുതലാണ്. ഇതിനകത്തൊരു ചെറിയ കുരങ്ങനാണ് കേട്ടോ. വർമ്മേ? അറിയാ, കാണാൻ പറ്റുന്നുണ്ട്. അതാ വർമ്മ ഇരിക്കുന്നുണ്ടോ? വർമ്മ അത് കണ്ടോ? ഓറിയോ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു പാമ്പിനെ കണ്ടോ? അവിടെ ഇയാൾ വലിയ ഗമയായിട്ട് ഇരിക്കുവാണല്ലോ. എന്നാടോ? ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചോ? വരുന്നോ? കൂടെ വരുന്നോ? മൂന്നാർ കണ്ടിട്ട് വരാം. അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഫുഡും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. സുഖജീവിതം. എന്തോ മീറ്റിംഗ് ആണോ? അതോ തീരുമാനിച്ചു? ഓക്കെ, താഴെ ഇറങ്ങടേ. ഓക്കെടാ. ഇത് നമ്മുടെ വാവാ സുരേഷാണ് കേട്ടോ, ഇനാഗുറേഷനൊക്കെ ചെയ്തത്. ഇതേ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഒക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് പോട്ടാ ബ്രോ. ഓ കാണാം. അങ്ങനെ നമ്മുടെ സ്ഥിരം റൂട്ടിലോട്ട് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് മഴ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂടിക്കെട്ടി വരുന്നുണ്ട്. നല്ല പൂവിൻ്റെ മണം. ഫ്ലവർ എക്സ്പ്രസ്. ഈ ലോറിക്കകത്ത് പൂക്കളാണെന്ന് തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ എരുമേലി എത്തിയിരിക്കുകയാണ് കേട്ടോ. പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ആ കാണുന്നത്, നേരെ കാണുന്ന ടെമ്പിൾ കേട്ടോ. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത്. കേട്ടോ ഇടിവെട്ടുന്ന സൗണ്ട് കേട്ടോ. നമ്മുടെ സജിനെ നോക്കി നിൽക്കുകയാണ്. അവൻ വേറെ എങ്ങോട്ടോ തിരിഞ്ഞു പോയി. ആ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഒരു വലിയ കുന്ന്. രസമുണ്ടല്ലേ കാണാൻ. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് നമുക്ക് റൂം എത്തണം, അല്ലെങ്കിൽ അടിമുടി 3G ആവും. ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. ഹായ് ബ്രോ, ഞങ്ങൾ മൂന്നാറിന് പോവാ. ഡ്രൈവറാ ഇതാ വരുന്നത്. ശ്രീഹരി ഇല്ല, ഇത്തവണത്തെ ട്രിപ്പിനാവില്ല. ഞാനാണ് അങ്ങനെ രണ്ടുപേരും. ബ്രോയുടെ വീട് ഇവിടെയാണോ? ആണോ?
ആണോ? പേരെന്താ? ആ, ജിത്തു. ആ, ഓക്കെ, അപ്പോൾ കാണാം. ശരി. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ഒരാളാണ് കേട്ടോ, ജിത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. വീണ്ടും വെയിലൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ മഴ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്തായാലും മേഘമല നമുക്ക് നാളെ രാവിലെ എണീറ്റ് പോകണം. ഇവിടെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ സ്റ്റേ എടുത്തേക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 120 കിലോമീറ്ററോ അങ്ങനെ എങ്ങാണ്ടുണ്ട് കേട്ടോ. 1-2 മണിക്കൂറൊക്കെ എടുക്കും അവിടെ എത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 മണിക്ക് ഒക്കെ റൂമിൽ നിന്ന് ഇറങ്ങണം. എങ്കിലേ നമ്മൾ 8 മണി 9 മണി ആ റേഞ്ചിലൊക്കെ അവിടെ എത്തുള്ളൂ. ചേട്ടാ, മൂന്നാർ ഇങ്ങോട്ടല്ലേ? ആ, മൂന്നാർ ഇങ്ങോട്ടല്ലേ? പൊക്കോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മാപ്പ് നോക്കാതെ പോകുന്നതാണ് ഒരു രസമെന്ന് പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് വഴിയൊക്കെ വീണ്ടും ഓർമ്മ നിൽക്കും. മറ്റേതാണെങ്കിൽ മാപ്പ് നോക്കിപ്പോയാൽ പിന്നെ നമ്മൾ രണ്ടാമത് ഏതെങ്കിലും ഒരു കാലത്ത് വരുമ്പം വഴി അങ്ങനെ ഓർമ്മ നിൽക്കണമെന്നില്ല. ഇതിപ്പോൾ എന്തായാലും കൊള്ളാം. അതേ ഓറഞ്ചൊക്കെ ഇരിക്കുന്നതുണ്ടോ? ഓറഞ്ചല്ലേ, നാരങ്ങ. അത് വലിയ നാരങ്ങ ഇരിക്കുന്ന കേട്ടോ. ആ, ഇതാണ് അടുത്ത നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലം. മുണ്ടെടുത്ത കുറേ റബ്ബർ മരങ്ങൾ നിൽക്കുന്നുണ്ടോ. രാത്രിയൊക്കെ ഇതുവഴി പോകണന്മാരുടെ അവസ്ഥ നോക്കുമ്പോൾ കുറേ വെള്ളാട്ട് പോക്കന്മാർ ഇങ്ങനെ നിൽക്കുന്നു. ആ, ഇവിടെയും കുണ്ടിരിപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും റോഡിലോട്ട് കയറി. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വഴിയിൽ നമുക്ക് ഇഷ്ടം പോലെ കരിക്കൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കാണാം കേട്ടോ. കരിക്കും പൈനാപ്പിളും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൈനാപ്പിൾ സീസൺ ആയിട്ടുണ്ട്. അതാണ് എല്ലായിടത്തും ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ട്. കരിക്ക് പിന്നെ ഈ റൂട്ടിൽ എപ്പോഴും ഏത് സമയത്ത് വന്നാലും നമുക്ക് കരിക്ക് കിട്ടും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പിന്നെ അതിന് വലിയ ക്ഷാമമില്ല. ചെറിയ സൈസിലുള്ളത് കൊണ്ട് അതുപോലെ തന്നെ വലിയ സൈസിലുള്ള പൈനാപ്പിളൊക്കെ ഉണ്ട്. കണ്ടകായ സ്കോഡൊക്കെ മൂടി കിടക്കുന്ന കേട്ടോ. അതെന്തായാലും സൂപ്പർ. നമ്മൾ അത്രയും ചൂടത്ത് ഓടിച്ച് വന്നിട്ട് ഈ ഒരു തണുപ്പ് കിട്ടുമ്പോഴുള്ള ഒരു ഫീല് ഒരു രക്ഷയില്ല കേട്ടോ. സാധാരണ നമ്മൾ വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കുള്ള റൂട്ടായിരിക്കും ഇത്. ഇന്നധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം നാളെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെവിടുന്ന ഈ മിനി വെള്ളച്ചാട്ടം? ഓ, മറ്റേ മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല രീതിക്ക് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഒരുത്തൻ ആ വള്ളി കയറി ഇരിക്കുന്നുണ്ട്. പോസ്റ്ററൊക്കെ വലിച്ചു കയറാൻ നോക്കുന്ന ഒരുത്തൻ. ഓ, അത് വല്ലാത്തൊരു കാറുമായിരുന്നു. അത് കിടിലം ഫ്രെയിം അല്ലേ അത്. നമ്മൾ തേയിലയൊക്കെ ഇതാ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ എത്ര വന്നാലും മതിയാവില്ല. ഒരു മെയിൻ കാരണമാണ് ഇതൊക്കെ. ഇങ്ങനത്തെ വ്യൂ. അതങ്ങോട്ട് പോകണ വഴിയൊന്ന് പോയി നോക്കാം എങ്ങോട്ടാണ് എത്തുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ലല്ലേ. നല്ല രസമുണ്ട്. ഇങ്ങനെ പകർന്ന് പന്തലിച്ച് കിടക്കുന്ന തേയിലത്തോട്ടം. ഹായ്, അങ്ങോട്ട് വല്ല കാണാനുണ്ടോ ബ്രോ? ഒന്നുമില്ലല്ലേ? എസ്റ്റേറ്റ് ആണോ ബ്രോ? ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ചാർലി സ്പോട്ടോ? ഞങ്ങളവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ പോയായിരുന്നു. വെള്ളമുള്ള സമയത്ത് പോയാൽ കിടിലോ. എടാ, അവിടെ ഒന്നും ഇല്ലെന്ന് കാണാൻ. പുള്ളിക്കാരൻ അവിടെ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കുറേ ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ അങ്ങോട്ട് കയറി പോകും. അങ്ങനെ ഒരു വരാട്ടമേടൊക്കെ പോയായിരുന്നു. അത് നല്ല സ്പോട്ടാണ്. ഇച്ചിരി ഭയങ്കര ഓഫ് റോഡാണ്. ഇവൻ കയറും, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു ജിക്സറും കൂടെ ഉണ്ട്. ഞാൻ അതും കൊണ്ടാണ് കയറിയത്. ഇച്ചിരി മരക്കട്ടി ഉണ്ടെങ്കിൽ കയറാൻ പറ്റും. ഓക്കെ ബ്രോ, ശരി.
ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. ഓക്കെ 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 ശരി. ടോളില്ല, അതുകൊണ്ട് നേരെ പൊക്കോളാൻ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്, യു നോ. ദർ ആർ ലോട്ട് ഓഫ് ചേച്ചിമാർ ഹു വർക്ക്സ് ഹിയർ. യാ. പെട്രോളോ? ഓ എനിക്ക് 4 കെട്ടേ ഉള്ളൂ. ഓക്കെ. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ റൂം എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഏലപ്പാറ. അവിടെ നമ്മുടെ ഷൺമുഖ ലോഡ്ജ് ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ നൊസ്റ്റാൾജിയ സ്ഥലമാണ് കേട്ടോ. അതായത് റൂംസ് എന്ന് പറഞ്ഞ് എഴുതിക്കുന്നുണ്ടോ, ഷൺമുഖ റൂം. ഞങ്ങൾ സ്ഥിരം റൂം എടുക്കുന്ന സ്ഥലം അവിടെയാണ്. ഒരു കുട്ടി വെള്ളച്ചാട്ടം കണ്ടോ, മോളിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ മോനെ ആ ഒരു ഫ്രെയിം നോക്ക്, ഇത് വിഷയം കേട്ടോ. മോളിലൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ചപ്പാത്ത്. നമ്മൾ ആ സൈഡിലെ മല ഇറങ്ങി വന്ന് ഈ സൈഡിലെ മല കയറാൻ തുടങ്ങി. പണ്ടൊക്കെ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഞങ്ങൾ മറ്റേ ഭൂതത്താൻകെട്ടൊക്കെ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു പോകാനായിട്ട് പണ്ട്. എല്ലാം കഴിക്കാം. ഫുൾ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ഇവിടുന്ന് കയറി കപ്പ ബിരിയാണി കഴിക്കാം. ഒരു വിശിഷ്ട അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, എന്നാ ഉണ്ട് വിശേഷം? എന്തുവാ പേര്? മൈക്കോ? ഹെൽമെറ്റ് ഊരാനോ? അവിടെ എത്തിയിട്ട് ഊരാവേ. അത് ക്യാമറയാ. ആ മുഖം കാണാൻ വേണ്ടിയാ. എൻ്റെ പുറകെ ഒരുപാട്. എന്തോ ഹെൽമെറ്റ് ഊരണോ? ഊരാ. അമ്മീ അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി. ഒരു മുട്ട പുഴുങ്ങി 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അവനും അതുപോലെ. എങ്ങനെയുണ്ട്? കൊള്ളാം. 20 minutes later. ശരി ഏട്ടാ. ടാറ്റാ. പോവാ. കാണാമല്ലോ. നിന്നെ കാണാമല്ലോ. ചേട്ടൻ പോവാണേ. ടാറ്റാ. എങ്ങനെ ഇരിക്കണം? ടാറ്റാ. ബൈ. സൂക്ഷിച്ച് നിൽക്കണേ അവിടെ. ഇപ്പോൾ താഴെ കൂടെ ചെറിയൊരു അരുവി പോലത്തെ സംഭവം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചേട്ടൻ്റെ 2 മക്കളാണ്, ട്വിൻസാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞ ഇവിടെ 2 ദിവസമായിട്ട് നല്ല രീതിക്ക് മഴയായിരുന്നെന്നാണ്. ഇന്നാണ് കുറച്ച് മാറി നിൽക്കുന്നത് മഴ. അതെന്തായാലും കാര്യമായി. ഒരു 60 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ റൂമിലോട്ട്. അതിന് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് എത്തണം. മോഡിഫൈ ചെയ്തൊരു ആപ്പേ കണ്ടോ, മോളിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു കിടിലം ഫ്രെയിം അല്ലേ, നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കട്ടപ്പന എത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം 5:15. നമുക്ക് നൈസായിട്ടൊന്ന് വഴി തെറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് തിരിയേണ്ട വഴി കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. നമുക്ക് അവിടുന്ന് വലത്തോട്ടായിരുന്നു കേട്ടോ പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് വഴി തന്നെയാണ്.
ആ മലകളൊക്കെ നിൽക്കുന്നുണ്ട്, എന്നാ ഭംഗിയാണല്ലേ. 50 കിലോമീറ്റർ അല്ലേ? ഓ, തിരുവനന്തപുരം. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഇവിടെ. ഈ കടയിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു. വയസ്സറൊക്കെ മുഴുവൻ ഈച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, ഓടിയിട്ട് എത്തുന്നില്ല. നമ്മൾ 6 മണിക്കെത്തും 6:30 എന്നൊക്കെ പറഞ്ഞിട്ട് സമയം ഇപ്പോൾ 6 മണിയായി. ഇനിയും 1.5 മണിക്കൂർ കാണിക്കുന്നു. ചേമ്പളം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. സോ ഗൈസ്, നമ്മൾ നെടുങ്കണ്ടം എത്തി കേട്ടോ. നെടുങ്കണ്ടം ടൗണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു കൊടുങ്കാട്ടിക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ വരുന്ന വണ്ടികളുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. വീടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് 1-2 കടകളൊക്കെ കണ്ടു. ഇങ്ങോട്ട് തന്നെ ഇനി 12 കിലോമീറ്റർ. കുറേ നേരത്തെ ഓടിപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു കേട്ടോ, കൈയൊക്കെ മരവിച്ചൊരു വഴിയായി. ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. 2 ദിവസത്തേക്ക് നമ്മുടെ റൂം ഇതാണ്. 2 കുപ്പി വെള്ളമുണ്ട്. ഓക്കെ, താങ്ക് യു ഭയ്യ. വാഷ്റൂം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളിതാ കുളിച്ച് ഫ്രഷായി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേ വരുന്നത് കേട്ടോ, ക്ലൗഡി മിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഇപ്പോൾ ഇറങ്ങിയുള്ളൂ കേട്ടോ. നമ്മളിതാ ഈ മൂന്നാർ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ റൂമിലോട്ടാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. ഇനിയിപ്പോൾ നാളെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ വട്ടവടയ്ക്ക് പോയി തിരിച്ച് അങ്ങോട്ടൊക്കെ വരുമ്പോൾ ഉള്ള ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മറ്റന്നാ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മേഘമലയ്ക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. എന്നിട്ട് അതുവഴി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകും. അതെ, കിടിലൻ റൂട്ടായിരുന്നു കേട്ടോ, രക്ഷയിലായിരുന്നു. അപ്പോൾ നാളത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ദിസ് മീ സോൾ വണ്ടർ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടാറ്റ പറഞ്ഞു. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നാളത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ദിസ് മീ സോളോ ആയിരിക്കും.